morning all. Good morning. Good morning. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ദിവസത്തെ വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് അതിന്റെ കണ്ടിന്യൂവേഷൻ എടുക്കാം അല്ലെ. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേൾക്കുന്നത്. അപ്പൊ നോക്കാം, എന്താണ് നമ്മള് സർവേയെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് അല്ലെ. സർവേ നടത്തി കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം. തീർച്ചയായിട്ടും ഒരു പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. പേജ് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മള് കണ്ടു എന്താണ് എല്ലാവരും കയറുന്ന സമയമാണെന്നുള്ളത് തോന്നുന്നു. അപ്പോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിൽ നമ്മൾ പറഞ്ഞ തീർച്ചയായിട്ടും അല്ലെ പലതരത്തിലുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് ചോദിച്ചറിയാൻ കഴിയുമെന്ന് പറഞ്ഞു. പിന്നെന്താണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെ, നല്ല രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ എന്താണ് ഓരോ വിഭാഗക്കാരിൽ നിന്നും നല്ലൊരു എക്സ്പീരിയൻസ് വേണമെന്നുള്ള കാര്യം മുതൽ ഉള്ള ഇത് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. മോസ്റ്റ്ലി ഡോക്ടേഴ്സിന്റെ മാത്രം നല്ലൊരു സേവനം മാത്രമായിരിക്കില്ല ഏതൊരു പേഷ്യന്റിനും ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളിലുള്ള അല്ലെ ആ ഒരു എന്താണ് ഹോസ്പിറ്റലിന്റെ എൻവയോൺമെന്റ് ചുറ്റിപ്പറ്റിയിരിക്കുന്ന എല്ലാ ഘടകങ്ങളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു പോകുന്നതുമായി ബന്ധപ്പെട്ട സർവേകൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുകയാണെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് can be generated and issued in a house, but many hospitals depend on third-party providers with the experience in developing, administering, and explaining satisfactory. Then valid patient satisfaction surveys. Okay, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സർവേ അത് വേണമെങ്കിൽ എന്താണ് ആ ഹോസ്പിറ്റലിൽ ഉള്ളവരെ കൊണ്ട് തന്നെ വെച്ച് സർവേ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത നമുക്കറിയാം. ചിലരൊക്കെ എന്താണ് എല്ലാ തരത്തിലും അല്ലെ അവിടെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു സമീപനം തന്നെയായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് അല്ലെ. ചിലപ്പോൾ ആണെങ്കിൽ വിമർശിക്കാൻ എന്തും മുതിരുന്നതായിരിക്കും. അതേസമയം നമ്മളൊരു തേർഡ് പാർട്ടിനെയാണ് നമ്മൾ കൈകാര്യം ഇത്തരത്തിലുള്ള സർവേക്ക് വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ കുറച്ചും കൂടി വിലമതിക്കുന്ന വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കാം. Can be generated and issued in house, but many hospitals depend on third-party providers with experience in developing, administering, and explaining statistically valid patient satisfaction surveys. അപ്പൊ സാധാരണയായിട്ട് നമ്മളിങ്ങനെ സ്ഥിതിവിവര കണക്കുകളൊക്കെ എടുക്കാനായിട്ട് തേർഡ് പാർട്ടി ഇൻ കേസ് നമുക്കറിയാം ചിലത് അല്ലെ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അവര് ഇങ്ങനെ അവലോകനങ്ങൾ ഇങ്ങനെയുള്ള സർവീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിന് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. അപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ പ്രത്യേകത എന്താണ്? അവർക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഏത് കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് അല്ലെ. നമ്മളിപ്പോ ഒരു ഡ്യൂട്ടി ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട കുറെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് അല്ലെ അതിലൊരു എക്സ്പീരിയൻസ് ഒക്കെ നേടിയിട്ടാണ് അത് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വൻ വിജയമായിരിക്കും അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് ഉള്ള രീതിയിൽ ഒരു തേർഡ് പാർട്ടിയെ തന്നെയായിരിക്കും മിക്കവാറും ഹോസ്പിറ്റലുകളൊക്കെ ഇത്തരത്തിലുള്ള സർവേ കാര്യങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്.
ഓക്കെ അല്ലേ? ക്ലിയറാണോ? ഞാൻ വോയിസിന് ഇച്ചിരി ഇതുണ്ട്, അപ്പോൾ നിങ്ങൾ എന്താ പറയാ പതിയെ സ്ലോവിൽ തന്നെ ക്ലാസ് എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ is a set of questions used to gather feedback from patients to scale their satisfaction with the quality and care of the healthcare service provider. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡർ എന്ന് പറയുമ്പോൾ അല്ലെ ഒരു നല്ലൊരു സേവനമാണ് നമുക്ക് തീർച്ചയായിട്ടും കാഴ്ചവെക്കേണ്ടത്. ഒരു പേഷ്യന്റും അത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ അല്ലെ. അവിടെയുള്ള വരുന്ന പേഷ്യൻസിന് മതിയായ രീതിയിലുള്ള കെയർ അല്ലെ, നല്ല രീതിയിലുള്ള ശുശ്രൂഷ കാര്യങ്ങൾ ലഭ്യമായോ എന്നുള്ളത് തീർച്ചയായിട്ടും ഈ സർവേ കാര്യങ്ങൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് എ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാനൊക്കെ ആയിട്ട് പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് അവരുടെ സാറ്റിസ്ഫാക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ രീതിയിലായിരിക്കും അവരോട് ചോദിക്കുന്നത്. പ്രധാനമായിട്ടും ആ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് നല്ല ഒരു കെയർ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നേടാനായിട്ട് കഴിഞ്ഞോ എന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമുക്കറിയാം ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കും അല്ലെ. ടോപ്പിക്സിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ, അതല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രീതിയാണോ ഇത്, ഡോക്ടറിനെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ അല്ലെ, നിങ്ങൾ നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ കിട്ടിയോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണോ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ നടത്തിയത്, അങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്താം ഇല്ലേ? ശരിയല്ലേ? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയാലല്ലേ സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ഈ സർവേ മെത്തേഡിൽ കൂടുതലായിട്ട് ഉൾക്കൊള്ളിക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ദ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ questionnaire helps evaluate basic metrics across patient care that help medical institutions in ascertaining the level of care extended and pitfalls in services. അതായത് പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് സാധാരണ രീതിയിൽ ക്വസ്റ്റ്യനെയർ രീതിയിലാണ് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അടിസ്ഥാനമായിട്ടുള്ള ഈ അളവുകൾ അല്ലെ, പിറ്റ്ഫോൾസ് ഇൻ സർവീസസ്, അതായത് നമ്മൾ അടിസ്ഥാനമായിട്ട് അളവുകൾ അത് വിലയിരുത്താനായിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനെയർസ് നമ്മൾ സഹായിക്കുന്നത് അല്ലെ. The patient satisfaction survey questionnaire helps evaluate basic metric across the patient care that help medical institutions in ascertaining the level of care extended and pitfalls in service. അല്ലെ, പ്രധാനമായിട്ട് എന്താ പറയുന്നത്, മെഡിക്കൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അല്ലെ അവിടെ ക്വസ്റ്റ്യനെയർ നടത്തി കഴിയുമ്പോൾ അത് വിലയിരുത്താനായിട്ട് സാധിക്കും. ആ ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലഭ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ആ ഹോസ്പിറ്റലിൽ ലഭ്യമാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ കൃത്യമായിട്ട് വിലയിരുത്താനായിട്ട് സാധിക്കും. പ്രാഥമികമായിട്ട് ഒരു ഹോസ്പിറ്റൽ, ഒരു പുതിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ചില പ്രോബ്ലംസ്, ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം അല്ലെ. അപ്പൊ അവിടെ അടിസ്ഥാനമായിട്ടുള്ള ഘടകങ്ങൾക്ക് എന്തായാലും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം. അതിപ്പോ ഇൻ കേസ് നമുക്കറിയാം ഡോക്ടേഴ്സിനെ കാണാനായിട്ട് വരുമ്പോൾ അവിടെ എന്താണ് അറ്റ്ലീസ്റ്റ് എന്താണ് വെയിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് അല്ലെ കപ്പാസിറ്റി, അതായത് വിശ്രമിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അല്ലെ. ഇപ്പൊ നിലവിൽ കുറച്ച് പേര് കൺസിഡർ ചെയ്തിട്ടാണ് ആ ഹോസ്പിറ്റൽ മൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ കുറച്ചും കൂടി പേഷ്യൻസ് വരുന്നുണ്ട് എന്നുള്ളത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടി ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അല്ലെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും, വേണ്ടിവരില്ലേ? അടിസ്ഥാന സൗകര്യങ്ങളിലൊന്നല്ലേ അത് അല്ലേ? ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷെ നമ്മൾ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ എത്രത്തോളം വരുന്നെന്നുള്ളൊരു പ്രത്യേകമായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ ചില അല്ലെ പ്രത്യേകമായിട്ട് ചില ഡോക്ടേഴ്സിന്റെ ഇടയിലേക്ക് തിരക്ക് അധികമായിട്ട് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് അനുയോജ്യമായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് അവിടെ ചെയ്തു കൊടുക്കേണ്ടതായിരിക്കും. അങ്ങനെ തീർച്ചയായിട്ടും അതിൽ എന്താണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, ഈ സർവേ നടത്തുമ്പോൾ ക്വസ്റ്റ്യനെയർ നടത്തുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് വിലയിരുത്താനായിട്ട് സാധിക്കും. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അവിടെ മതിയായ രീതിയിൽ ലഭ്യമാക്കിയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് വിലയിരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെയാണോ? അപ്പൊ നമുക്കറിയാം എന്താണ് സർവേ അല്ലെ. സർവേ നടത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ.
അപ്പൊ അതുകൊണ്ടാണ് ആ ഇൻട്രൊഡക്ഷൻ തുടങ്ങി അതിന് സർവേയുമായി ബന്ധപ്പെട്ട് എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്നൊക്കെയുള്ള കാര്യം ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് പോവാം. ഡാഷീസ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിലാക്കി വെക്കാം. Patient satisfaction survey catches self-reported patient evaluation of multiple touch points in the course of their medical and care experience. അല്ലെ, അവിടെ അനുഭവങ്ങളാണ് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു മെഡിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളാണ് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിൽ റിപ്പോർട്ടായിട്ട് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഇവാലുവേഷൻ അതിന്റെ വിലയിരുത്തലാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ലാസ്റ്റ് പാരഗ്രാഫിൽ നിന്നും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനായിട്ട് എന്താണ് മോസ്റ്റ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതി എന്നൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കി വെക്കുക. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ അല്ലെ, അതിലുള്ള ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടാണ് വിലയിരുത്തിയ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. Sixth, underlying metrics which patient satisfaction have to be measured on ആണ്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് 6 കാര്യങ്ങളാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനുമായിട്ട് മെഷർ ചെയ്യുന്നതിൽ അല്ലെ. അതൊക്കെ പ്രധാനപ്പെട്ട 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് വൺ എന്താണ്? ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ. തീർച്ചയായിട്ടും എന്താണ് സർവേ നടത്തുമ്പോൾ ഏറ്റവും മോസ്റ്റ്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ ആണ് അല്ലെ. അവിടെ തീർച്ചയായിട്ടും നല്ലൊരു പരിശീലനമാണ് ലഭ്യമാക്കി തരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. Then interpersonal skills displayed by medical professionals. Interpersonal skills displayed by medical professionals എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, മറ്റു തരത്തിലുള്ള രോഗി പരിശീലനത്തിന്റെ കാര്യങ്ങളെ പോലെ തന്നെയാണ് എന്താണ് വേറെ കുറെ കാര്യങ്ങൾ അല്ലെ. ഒരു പ്രത്യേകമായിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ അവിടെ ആവശ്യമാണ് അല്ലെ. മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ ആവശ്യകത അവിടെയുണ്ട്. നമ്മുടെ ഡോക്ടേഴ്സ് നഴ്സുമാര് മാത്രമുള്ള സേവനങ്ങളെല്ലാം നമുക്ക് ലഭ്യമാക്കേണ്ടത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സ്കില്ലുകൾ ഇന്റർപേഴ്സണൽ സ്കിൽസ് ഡിസ്പ്ലേഡ് ബൈ മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ അത്തരത്തിലുള്ള സ്കില്ലുകളൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട സർവേയും നടത്തേണ്ടതാണ്. ട്രാൻസ്പെറൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കെയർ പ്രൊവൈഡർ ആൻഡ് പേഷ്യന്റ്. തീർച്ചയായിട്ടും നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ പ്രൊവൈഡർ എന്ന് പറയുമ്പോൾ നൽകുന്നവര് തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെയാണ്. തീർച്ചയായിട്ടും നമുക്ക്
നല്ല രീതിയിലുള്ള പേഷ്യന്റ് കെയർ അല്ലെ അവിടെ നൽകുന്നത്. അപ്പൊ അവര് തമ്മിൽ പേഷ്യന്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ അല്ലെ അവരുടെ ആ ഫ്രീഡം അതിനുള്ള ആ ഒരു സാഹചര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും മറക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഫിനാൻഷ്യൽ ആസ്പെക്ട് ഓഫ് കെയർ അല്ലെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് കോസ്റ്റ്ലിയുള്ള ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ആർക്കും അല്ലെ എല്ലാവർക്കും ഫിനാൻഷ്യലി എത്ര സൗണ്ട് ആയിരിക്കണമെന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആസ്പെക്ടുകൾ എത്രത്തോളം ഉണ്ട് ആ ഹോസ്പിറ്റലിനെ കേന്ദ്രീകരിച്ച് നിങ്ങൾക്ക് എങ്ങനെ ബർഡൻ ആണോ എന്നുള്ളത് തീർച്ചയായിട്ടും അനലൈസ് ചെയ്യേണ്ടതാണ് അല്ലെ. വരുന്ന ഭൂരിഭാഗം പേഴ്സൺസിനും എന്താണ് കോസ്റ്റ്ലി ആണ് എന്ന് ഉള്ള ഒരു പരിഗണനയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിനെന്തെങ്കിലും കുറച്ചുകൂടി റെഡ്യൂസ് ചെയ്യേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് അവർ വിട്ടുപോകും അല്ലേ. ശരിയല്ലേ? നമ്മൾ ആദ്യം ഒരു സ്ഥലത്ത് അല്ലെ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പെട്ടിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വളരെ ഭയങ്കര കോസ്റ്റ് ഈടാക്കുന്നതാണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങടേക്ക് പോകാൻ തയ്യാറാവില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ ആസ്പെക്റ്റും പ്രധാനപ്പെട്ട ഒരു സർവേ നടത്തേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ദെൻ ആക്സസ് ടു ഡോക്ടേഴ്സ് ആൻഡ് അതർ മെഡിക്കൽ പ്രൊഫഷണൽസ്. തീർച്ചയായിട്ടും എന്താണ് അവരുടെ പ്രകടനം ഡോക്ടേഴ്സിന്റെ കാര്യങ്ങളാണ് ഏറ്റവും മോസ്റ്റ്ലി ട്രീറ്റ്മെന്റിനെ ബേസ് ചെയ്യുന്നത് അല്ലെ. നല്ല ഒരു ഡോക്ടർ ആണെങ്കിലും പകുതി ഭാഗം എന്താണ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കറിയാം മോസ്റ്റ്ലി നമുക്ക് അസുഖങ്ങൾ ഭേദമാകാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആക്സസ് ടു ഡോക്ടേഴ്സ് ആൻഡ് അതർ മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ ഒക്കെ പ്രകടനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അനലൈസ് ചെയ്യേണ്ടതാണ്. അവരെ ഒക്കെ ആണെങ്കിലാണ് നമുക്കത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അല്ലെ. അവിടെയുള്ള പേഷ്യൻസ് തീർച്ചയായിട്ടും തിരിച്ചും അല്ലെ ആ ഒരു ഡോക്ടറിനെ സമീപിക്കാനായിട്ട് വരികയുള്ളൂ. അതും സർവേയിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആക്സസിബിലിറ്റി ഓഫ് കെയർ. തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ എത്രത്തോളം സ്വീകാര്യതയാണ് ഈ ഒരു പേഷ്യൻസിനും ഈ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഒരുപാട് കംപ്ലൈന്റ്സ് ആണോ ഒരുപാട് സ്വീകാര്യതയായിട്ടുള്ള അഭിപ്രായങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് അനലൈസ് ചെയ്യുന്നത്. നമുക്കറിയാം അല്ലെ ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ വളരെ എളുപ്പമെന്ന് പറയുന്നുണ്ടാവോ, അതല്ലെങ്കിൽ ഒരുപാട് സമയം ബുദ്ധിമുട്ടേണ്ടി വരുന്നില്ല ഡോക്ടറെ കാണാൻ എന്ന് പറയുന്നുണ്ടാവാം, നല്ല ഡോക്ടറുടെ സേവനം എന്ന് പറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള സ്വീകാര്യത ഉണ്ടാവും അല്ലെ. ചിലപ്പോ ഒക്കെ നമുക്കറിയാം നല്ല ഡോക്ടറുടെ സേവനമൊക്കെ ആയിരിക്കും, പക്ഷെ ഇവിടുത്തെ ബാക്കി പ്രോബ്ലംസ് അല്ലെ ബാക്കി മാറ്റേഴ്സ് ഒക്കെ വളരെ ഡിലേ ആണ്, ഇവിടെ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെ പലതരത്തിലുള്ള ഡ്രോബാക്സും വരാം അല്ലെ. അപ്പൊ സ്വീകാര്യതയെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും അനലൈസ് അല്ലെങ്കിൽ സർവേ നടത്തേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തൊക്കെ കാര്യമാണ്? ഫസ്റ്റ് വൺ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ, അതായത് അതിന്റെ ഗുണമേന്മ അല്ലെ എത്രത്തോളം ഗുണം നിറഞ്ഞ കാര്യങ്ങളാണ് അവിടെയുള്ളത് എന്നുള്ള കാര്യം ചോദിച്ചറിയേണ്ടതുണ്ട്. നെക്സ്റ്റ് എന്താണ്? ഇന്റർപേഴ്സണൽ സ്കിൽസ് ഡിസ്പ്ലേഡ് ബൈ മെഡിക്കൽ പ്രൊഫഷണൽസ്. നമുക്കറിയാം മറ്റു തരത്തിലുള്ള അല്ലെ കാര്യങ്ങളും കൂടി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പരസ്പരമായിട്ടുള്ള കഴിവുകളോടും വേണം അല്ലെ. എങ്കിൽ മാത്രമാണ് നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനടി ആ ചാർട്ട് എത്തേണ്ടോടത്ത് എത്തിക്കണം അല്ലെ. കൃത്യമായിട്ട് അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കണം. ചിലപ്പോൾ ടെസ്റ്റിന് വിധേയമാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റിനേക്ക് കൊണ്ടുപോകണം അല്ലെ. പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പൊ അവിടെ എല്ലാ പേഴ്സൺസിന്റെ സ്കില്ല് കൃത്യമായിട്ട് നമുക്ക് അത് അറിയാനായിട്ട് കഴിയണം. അതിനുള്ള ഡിസ്പ്ലേ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവണം. നമ്മളിപ്പോ അവിടെ ചെന്നിട്ട് എവിടെ പോയി ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് അറിയില്ല അല്ലെ. അപ്പൊ അവിടെ അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ബ്രേക്കുകളൊന്നും വരാതെ തന്നെ എല്ലാ പേഴ്സൺസിന്റെയും അല്ലെ സ്കില്ലുകളെല്ലാം തന്നെ ഡിസ്പ്ലേ ചെയ്ത് മെഡിക്കൽ പ്രൊഫഷണൽസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു ഡിലേയും ഇല്ലാതെ തന്നെ പേഷ്യന്റിന് കൃത്യമായിട്ട് തന്നെ അവരുടേതായിട്ടുള്ള ശുശ്രൂഷകൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. കമ്മ്യൂണിക്കേഷന്റെ കാര്യം, ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് നമ്മൾ ഫ്രീ ആയിട്ട് സംസാരിക്കുക അല്ലെ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരത്തിനെ കുറിച്ച്. ഫിനാൻഷ്യൽ ആസ്പെക്ട്, ദെൻ ആക്സസ് ടു ഡോക്ടേഴ്സ് ആൻഡ് അതർ മെഡിക്കൽ പ്രൊഫഷണൽസ്. അത് പ്രധാനമായിട്ട് എടുത്തു പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റൽ ഇഷ്ടപ്പെടണമെങ്കിൽ മോസ്റ്റ്ലി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നല്ല ഡോക്ടർ ആയിരിക്കണം അല്ലെ, നല്ല കഴിവുറ്റ വ്യക്തിയായിരിക്കണം എന്നുള്ളൊരു നിലപാട് മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എന്താണ് ആക്സസിബിലിറ്റി ഓഫ് കെയർ, അതായത് കെയറിന്റെ സ്വീകാര്യത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെയാണോ? ഇതിന്ന് ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, കുറച്ച് അബ്രിവേഷൻ ഒക്കെ വരുന്നുണ്ട്. ജസ്റ്റ് അതുകൊണ്ട് ഒന്ന് നോക്കി പോവേണ്ടതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം.
ഓക്കെ അല്ലേ? പഠിച്ചു കഴിഞ്ഞുണ്ടാവൂലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. A point satisfaction survey can be conducted any time during an electronic medical record. Okay, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. A patient satisfaction survey can be conducted any time during an electronic medical record. നമുക്ക് വേണമെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് എടുത്തിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും സർവേ കണ്ടക്ട് ചെയ്യാം അല്ലെ. അവിടെ നമുക്ക് എടുത്ത് നോക്കുമ്പോഴറിയാം ഓക്കെ ആണോ അല്ലെ. ആ മെഡിക്കൽ റെക്കോർഡിൽ ഓരോ ഇതുകളെല്ലാം കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് തന്നെ ഡോക്ടറുടെ സേവനങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ, ഡോക്ടർ എത്ര ദിവസത്തിനുള്ളിൽ അവരുടെ രോഗങ്ങളൊക്കെ ഭേദമായിട്ടുണ്ടോ, അങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് വേണമെങ്കിൽ വിലയിരുത്താം. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് EHR അല്ലെ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ആണെങ്കിൽ നമുക്കറിയാം എന്താണ് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യും, വിലയിരുത്താം. It can be completed by a way of mobile, physical copies of a survey, website, POS devices, computers in a waiting room or any other way. സമയതയെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ ഇത് കംപ്ലീറ്റഡ് ആയിട്ടൊക്കെ നിർവഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താണ് മറ്റൊരു പേഷ്യന്റുമായിട്ട് ഡയറക്റ്റ് ഒരു കോണ്ടാക്ട് ചെയ്യണം അല്ലെ. വേണമെങ്കിൽ നമ്മൾ എന്താണ് മൊബൈൽ വഴി എന്താണ് ഫിസിക്കൽ കോപ്പീസ് ടു സർവേ അല്ലെ. സർവേക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരു കോപ്പിയൊക്കെ ഇട്ട് കൊടുത്ത് അവരിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ പോസ്റ്റ് ഡിവൈസ് അല്ലെ, അവിടെ പോയിന്റ് ഓഫ് പേയ്മെന്റ് അല്ലെ, ആ ഒരു ടൈമിൽ തന്നെ പോയിന്റ് ഓഫ് സ്കെയിലിൽ തന്നെ എത്രത്തോളം നിങ്ങൾക്ക് ഇതിനുമായി ബന്ധപ്പെട്ട് അളക്കാനായിട്ട് സാധിക്കുന്നത്, ഈ അളവ് പോലും വെച്ചിട്ട് ഇത്ര സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ട്. അതിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിളോട് ഷീറ്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഫോം ഒക്കെ നമുക്ക് അയച്ചു കൊടുത്തിട്ട് അതിൽ ഫില്ല് ചെയ്യാം അല്ലെ. വെരി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇത്രയും പോയിന്റ്, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇത്രയും അല്ലെ. അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കറിയാം. പല മോഡലുകൾ പല വ്യക്തികൾ അല്ലെ, പല കമ്പനി ആണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും പല രീതിയിലുള്ള മോഡലുകളൊക്കെ ഇറക്കാറുണ്ട് ഇത്തരത്തിലുള്ള സർവേ നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ചിലപ്പോ ഒക്കെ കളർ കോഡൊക്കെ ആയിട്ടായിരിക്കും ഇങ്ങനെയുള്ള സർവേകളൊക്കെ കാണിക്കുന്നത്, 10% കളർ അല്ലെ. അപ്പൊ അവിടെ സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ അല്ലെ, കൂടുതൽ മോഡിഫിക്കേഷൻ ആയിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ സർവേക്ക് നടത്താം. പക്ഷെ എന്തായാലും തീർച്ചയായിട്ടും എന്താണ് ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ സർവേ നമുക്ക് കണ്ടക്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട് അല്ലെ. ഇപ്പൊ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡോ അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡോ വഴി നമുക്ക് ഇത് കൈകാര്യം ചെയ്യാന്നുള്ളത് ഒക്കെയാണ്. ഒപ്പം തന്നെ ഇത് ക്യാൻ ബി കംപ്ലീറ്റഡ് ബൈ വേ ഓഫ് മൊബൈൽ, physical copies of the survey, website, POS device, computers in waiting rooms or any other medium. അല്ലെ, ഏത് രീതിയിലും ഏത് മീഡിയവും ഉപയോഗിച്ചിട്ട് നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയകളൊക്കെ ധാരാളമുണ്ട് അല്ലെ. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും സർവേ കണ്ടക്ട് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ചിലപ്പോഴെങ്കിൽ ഒന്നിച്ച് കൂട്ടിയിട്ട് ഒരു സെമിനാർ പോലെ സംഘടിപ്പിച്ചിട്ട് അവരിൽ നിന്ന് കളക്ട് ചെയ്യാം അല്ലെ. ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ട് വേണമെങ്കിൽ ഇൻഫോർമേഷൻസ് ഒക്കെ പരസ്പരം ഷെയർ ചെയ്യാം. അപ്പൊ ഇച്ചിരി കൂടി നല്ല ഒരു ഹോസ്പിറ്റലിന്റെ ഒരു നല്ല പേരാണ് എങ്കിൽ പൊതുജനങ്ങളിലേക്ക് അറിയപ്പെടാൻ വേണമെങ്കിൽ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സമയം കണ്ടക്ട് ചെയ്തിട്ട് മീഡിയയിലൂടെ തന്നെ അല്ലെ അവരുടെ ആ ഒരു സന്ദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ സർവേയിലെ രീതിയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴുണ്ടാവുന്ന ആ കൃത്യമായിട്ടുള്ള നിലപാടുകളൊക്കെ പൊതുജനങ്ങളുടെ ഇടയിലേക്കൊക്കെ വെളിപ്പെടുത്താനായിട്ട് സാധിക്കും. നമുക്കറിയാം മോസ്റ്റ്ലി ഇച്ചിരി കൂടി പുവർ ആണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ അല്ലെ ഇത്തരത്തിലുള്ള സർവേ നടത്തിയിട്ട് അത് ഡെവലപ്പ് ചെയ്തതിനു ശേഷമായിരിക്കും ഇത്തിരി കൂടി പേര് കേൾക്കാനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ. പല രീതികളും ഈ കാലഘട്ടത്തിൽ ലഭ്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഈ അബ്രിവേഷൻസ് ഒക്കെ ജസ്റ്റ് നോട്ട് ചെയ്യുക. EMR, EHR. ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കുക. ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ ഒരു മോഡൽ കാണിച്ചിരിക്കുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്, ഞാൻ വിവരിക്കണമെന്നില്ല. അതായത് ഒരു പേജിൽ അല്ലെ, ഒരു പേജിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്നുണ്ടാവും ഡിയർ പേഷ്യന്റ്, ഡിയർ ഇൻട്രസ്റ്റഡ് ടു നോ ദാറ്റ് യു തിങ്ക് അബൌട്ട് അവർ സർവീസസ്, യുവർ പെർഫോമൻസ് ബൈ കംപ്ലീറ്റിംഗ് ദിസ് വിത്ത് 5 minutes അല്ലെ. ഒരു 5 മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ച് നിങ്ങൾ ഈ ഒരു പേജ് ഒന്ന്
കംപ്ലീറ്റഡ് ആക്കും. ഈ ബേസിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വെളിപ്പെടുത്തലുകളെ രേഖപ്പെടുത്താം എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ പല മോഡലുകൾ അല്ലെ, കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു അല്ലെ വൈഡ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ വേണമെങ്കിൽ വൈഡ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. മോസ്റ്റ്ലി നമുക്കറിയാം അല്ലെ, വളരെ ചുരുക്കിയ രീതിയിലുള്ള ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. കാരണം ജനങ്ങളല്ലേ, എല്ലാവർക്കും സമയം ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് പെട്ടെന്ന് അവര് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട്, റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡലിലായിരിക്കും അതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. എന്താണ് ഷെയറിങ് യുവർ എക്സ്പീരിയൻസ് വിത്ത് us, ഡേറ്റ് അപ്പോയിന്റ്മെന്റ് ബേസിസ് യുവർ റെസ്പോൺസ്, അതായത് നിങ്ങളോട് പറയുകയാണ് റെസ്പോണ്ട് ചെയ്യുക, നിങ്ങൾ സർക്കിൾ ചെയ്ത് റെസ്പോണ്ട് ചെയ്യാമെന്ന് പറയുകയാണ്. എന്താണ് അതിൽ നെക്സ്റ്റ് പേജിൽ പറയുന്നുണ്ട്. ഹൗ സാറ്റിസ്ഫൈഡ് ആർ യു വിത്ത് ദ ഫോളോയിങ്. അതിലെ ഫസ്റ്റ് ഈസ് ഓഫ് മേക്കിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ ചെക്കപ്സ്, ഫിസിക്കൽ എക്സാംസ്, വെൽ വിസിറ്റ്, റൂട്ടീൻ ഫോളോ അപ്പ് അപ്പോയിന്റ്മെന്റ്സ്. ഓക്കെ, നിങ്ങളുടെ ചെക്കപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോ എന്തെങ്ങനെ വെൽ വിസിറ്റ് ആയിട്ടുള്ള രീതിയിലാണോ, ഫിസിക്കൽ എക്സാമിനേഷനൊക്കെ നമ്മൾ ഓക്കെ ആണോ, നിങ്ങൾക്ക് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ. വെരി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 2 മാർക്ക്, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 3 മാർക്ക്, സോറി വെരി ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 2, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 3, വെരി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 4, then എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 5 അല്ലെ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ സർക്കിൾ ചെയ്ത് നമ്മുടെ വിലയിരുത്തൽ അവിടെ കാണിക്കാവുന്നതാണ്, പ്രകടിപ്പിക്കാവുന്നതാണ്. അങ്ങനെ ഓരോന്നിനെയും കുറിച്ച് അല്ലെ. The comfort of the reception area. റിസപ്ഷൻ ഏരിയയിൽ നിങ്ങൾക്കുള്ള ആ ഒരു എത്രത്തോളം പോയിന്റ് ആണ്, അതായത് നിങ്ങൾ അച്ചീവ് ചെയ്തപ്പോഴല്ലേ നിങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് എന്തോണം. പിന്നെ ഈസ് ഓഫ് ഇൻ കോണ്ടാക്ടിങ് യുവർ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന നിങ്ങളുടെ എളുപ്പം അല്ലെ, നിങ്ങൾ ഓക്കെ ആയിരുന്നോ, നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നോ അല്ലെ, ആ ഒരു രീതി. കംഫർട്ട് ഓഫ് ദ എക്സാമിങ് റൂം. ഓക്കെ, നിങ്ങൾ റൂം വിലയിരുത്തിയിട്ട് എങ്ങനെയുണ്ട്, അതൊക്കെയാണോ. then how was the cleanliness of the hospital. ഓക്കെ, നിങ്ങൾക്ക് അവിടെ വൃത്തിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എത്രത്തോളം മാർക്കാണ് ഇവിടെ വരുന്നത്. ടൈം ഇൻ അവർ ഓഫീസിൽ വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന സമയം അല്ലെ, അത് ഒരുപാട് സമയം എടുക്കേണ്ടി വന്നോ അല്ലെ, ഡിസാറ്റിസ്ഫൈഡ് ആണോ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള രീതിയിൽ തന്നെ മാർക്ക് ചെയ്യുക. courtesy of the staff, അതായത് സ്റ്റാഫുകളൊക്കെ എങ്ങനെയാണ്, വിനയുള്ളവരാണോ, ഭയങ്കര പൗരുഷ്യമായിട്ടുള്ള രീതിയിലാണോ പെരുമാറിയത്, ആ ഒരു രീതി എത്രത്തോളമാണെന്നുള്ളത് അറിയാനായിട്ട്. What is your opinion on cost of treatment? ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റുകൾ എത്രത്തോളം, നിങ്ങൾക്ക് എങ്ങനെയാണ് അതിന്റെ ആശയം അല്ലെ, എത്രത്തോളം താങ്ങാൻ പറ്റുന്നതാണോ അല്ലയോ, എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ. പിന്നെ how was our diagnostic services, അതായത് രോഗനിർണയവുമായി ബന്ധപ്പെട്ട സർവീസുകൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, അത് ഓക്കെ ആണോ എന്നുള്ളത്. സംതൃപ്തിയാണെങ്കിൽ നമുക്കറിയാം, സംതൃപ്തിയുടേതാണെങ്കിൽ എന്താണ് 3 മാർക്ക് അല്ലെ. വെരി കൂടി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 4 ആണ്, എക്സ്ട്രീംലി ആണെങ്കിലാണ് 5 അല്ലെ. അപ്പൊ ഓരോരുത്തർക്കും തോന്നുന്നതനുസരിച്ചിട്ട് തന്നെ മാർക്ക് ചെയ്ത് അവർക്ക് വിലയിരുത്താവുന്നതാണ്. then you overall opinion of our services, മൊത്തത്തിൽ നിങ്ങളുടെ ഈ സർവീസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, നിങ്ങളുടെ ആശയം എന്താണ്, എത്രത്തോളം മാർക്കാണ് അതിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് എന്താണ് ഇലക്ട്രോണിക്കിന്റെ സഹായത്തോട് കൂടിയിട്ട് തന്നെ എളുപ്പത്തിൽ സർവേ നടത്താനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോ തീർച്ചയായിട്ടും വിലയിരുത്തലുകൾ തീർച്ചയായിട്ടും അല്ലെ, മറ്റുള്ളവരോട് കമ്പൽ ചെയ്തിട്ടോ ഒന്നുമല്ല, സ്വയം വെളിപ്പെടുത്തുന്ന ഒരു രീതിയാവുമ്പോൾ അവർ തീർച്ചയായിട്ടും ഓരോ പേഷ്യന്റും അവരുടേതായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും വിലയിരുത്തലുകൾ കൊടുക്കുക. ചിലപ്പോൾ റിസപ്ഷനിസ്റ്റിന്റെ അവിടെ നല്ല മാർക്കാണെങ്കിൽ ക്ലീനിങ്ങിന്റെ കാര്യത്തിൽ ചിലപ്പോൾ വളരെ കുറച്ച മാർക്കായിരിക്കും. അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു വേരിയേഷൻ വരില്ലേ. ചിലപ്പോഴൊക്കെ എല്ലാം ഓക്കെ ആണെങ്കിൽ എല്ലാം ഓക്കെ ആയിട്ട് തന്നെ അറിയില്ല. അപ്പൊ ആ വേരിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതനുസരിച്ചിട്ട് അവർക്ക് ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ. അപ്പം നമ്മൾ എന്താണ് കണ്ടത്, ഇതിന്റെ സർവേ നടത്തുന്നതിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ആണ് കാണിച്ചത്. ഒക്കെയാണ് അല്ലെ. ഇതൊന്നും എന്താണ് ചോദ്യത്തിലൊന്നും ചോദിക്കില്ല, പക്ഷെ ഈ ഒരു രീതിയാണ് ഇപ്പോൾ മോഡലുകൾ മനസ്സിലാക്കുക, എന്തൊക്കെയായാലും ഉൾക്കൊള്ളിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കും അല്ലേ. അങ്ങനെ ചെയ്യാലോ. പിന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ
സർവേ ബെനിഫിറ്റ് ഫോർ പേഷ്യൻസ് ആൻഡ് ഹോസ്പിറ്റൽ. ഇപ്പൊ ഇത്തരത്തിലുള്ള നമ്മൾ സർവേ നടത്തി കഴിയുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് അല്ലെ, അതിന്റെ ബെനിഫിറ്റ് ആർക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? ഇതിന്റെ ബെനിഫിറ്റ് ആർക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? മോസ്റ്റ്ലി നമുക്കറിയാം അതിന്റെ ബെനിഫിറ്റ് ഹോസ്പിറ്റലുകാർക്ക് തന്നെയായിരിക്കും അല്ലെ. നോക്കാം. മരുന്ന് വെച്ചിട്ടും അങ്ങനെ മാറുന്നില്ല. എനിക്ക് തോന്നുന്നു റെസ്റ്റിലാഞ്ഞിട്ടായിരിക്കും. പക്ഷെ ഒന്നാമത്തെ ടീച്ചേഴ്സ് ഒക്കെ ലീവാണ്. അപ്പൊ അതിന്റെ ഇടയിൽ റെസ്റ്റ് എടുക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും നിങ്ങള് ഓക്കെ അല്ലേ? ക്ലിയർ ആയി പോകുന്നില്ലേ? സ്ലോ ആയിട്ട് പോകുന്നെങ്കിലും ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസ് ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ് ആൻഡ് ഹോസ്പിറ്റൽ. അപ്പൊ അതിലെ പ്രധാനമായിട്ട് നമുക്ക് അറിയാം, ഈ സർവേ നടത്തുമ്പോൾ കൂടുതലായിട്ട് ബെനിഫിറ്റ് ഹോസ്പിറ്റലിന് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. കാരണം കറക്ഷൻ നടത്താനായിട്ട് സാധിക്കും. നല്ല തൃപ്തികരമായിട്ടുള്ള സേവനങ്ങൾ കണ്ടക്ട് ചെയ്ത് ഹോസ്പിറ്റലിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് വരുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും പേഷ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ്, പേഷ്യൻസ് വരുന്നത് അനുസരിച്ചിട്ട് തന്നെ ഹോസ്പിറ്റലിനെ നമുക്ക് വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. Patient satisfaction surveys are an important way to scale how the patients feel about their experience with the practice. Okay. തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് അല്ലെ അതിന്റെ സ്കെയിൽ കൊണ്ട് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പേഷ്യൻസ് ഫീൽ അബൌട്ട് ദർ എക്സ്പീരിയൻസ്. അവരുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അളന്ന് നോക്കുമ്പോൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സർവേ തന്നെയാണ്. The contented patients are more probably to suggest the hospital to others, and they are also less probable to file complaints. Okay, നമുക്കറിയാം പേഷ്യന്റ് contented patients എന്ന് പറഞ്ഞാൽ ആരാണ്? വേർഡ് നിങ്ങൾ നോട്ട് ചെയ്യുന്നോട്ടാ. contented patients എന്ന് പറയുന്നത് സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്, നമ്മള് ഓപ്ഷൻസ് ഒക്കെ തരുമ്പോൾ ചിലപ്പോൾ സാറ്റിസ്ഫൈഡിന് പകരം കണ്ടന്റഡ് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആവരുത്, അത് സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആണ്. ഓക്കെ. അപ്പൊ കണ്ടന്റഡ് പേഷ്യൻസ് ആർ മോർ പ്രോബബിളി ടു സജസ്റ്റ് ദ ഹോസ്പിറ്റൽ ടു അതേഴ്സ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ ഞാൻ നേരത്തെ വിവരിച്ചിരുന്നു, അവരെന്താണ് മറ്റുള്ളവരെ കൂടി ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് റെക്കമെൻഡ് ചെയ്യും അല്ലേ? ശരിയല്ലേ? അല്ലേ? അപ്പൊ അവർക്ക് മറ്റുള്ളവരെ കൂടി ഒരു സജഷൻ കൊടുക്കും അല്ലെ, എന്തിനു വേണ്ടിയിട്ട് ഈ ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ടുള്ള ഒരു നിർദ്ദേശം എന്താണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ ഷെയർ ചെയ്യും. ഓക്കെ. ആൻഡ് ദേ ആർ ഓൾസോ ലെസ് പ്രോബബിൾ ടു ഫയൽ കംപ്ലൈൻസ്. അത് മാത്രമല്ല നമുക്കറിയാം നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും തൃപ്തികരമാണ് എങ്കിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവില്ല. ഓക്കെ. നമ്മൾ ഒരുപാട് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ എന്താണ് അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നു, ഡോക്ടറെ കാണാൻ പറ്റുന്നു, പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ പോകാൻ സാധിക്കുന്നു. ഒരു ഡിലേ ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളും എല്ലാം ലഭ്യമാകുമ്പോൾ എന്താണ് അവിടെ സാറ്റിസ്ഫൈഡ് ആണ് പേഷ്യന്റ്. അങ്ങനെ വരുമ്പോൾ എന്ത് കുറവാണ്, എന്തായിരിക്കും കുറവ്? എന്തെങ്കിലും കുറവ് അനുഭവപ്പെടും? സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറവ് അനുഭവപ്പെടും? അതായത് നമ്മള് സാറ്റിസ്ഫൈഡ് ആവുമ്പോൾ തിരിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഓക്കെ എന്തായിരിക്കും കുറവ് അനുഭവപ്പെടുക? അതായത് ആ ഹോസ്പിറ്റലിനെതിരായിട്ട് നമുക്ക് പ്രത്യേകിച്ച്
എന്തുണ്ടാവില്ല? അതുവരെ നമ്മൾ ക്ലൂ തന്നു. ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് നമുക്ക് എന്തുണ്ടാവില്ല? കംപ്ലൈന്റുകൾ സാറ്റിസ്ഫാക്ഷൻ ആണ് എങ്കിൽ തീർച്ചയായിട്ടും വേറൊരു അല്ലെ നെഗറ്റീവ് റിവേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യം ചിന്തിച്ചു നോക്കിയാൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഡാഷ് ഉണ്ടാവില്ല, കംപ്ലൈൻസ് ഉണ്ടാവില്ല അല്ലെ. പ്രത്യേകിച്ച് കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അത് രണ്ട് കാര്യം ഓർത്തിരിക്കുക. കണ്ടന്റഡ് പേഷ്യൻസ് ആണെങ്കിൽ മറ്റുള്ളവരെ വരാനായിട്ട് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും, സജഷൻ കൊടുക്കുകയും ചെയ്യും, കംപ്ലൈൻസും ഉണ്ടാവില്ല അല്ലെ. അവർക്ക് പ്രത്യേകിച്ച് പോരായ്മകളൊന്നും ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യാം. Contented patients are more probable to suggest to the hospital to others, and they are also less probable to file a complaint. അവരെ കംപ്ലൈൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ ഫയലിംഗ് കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. Earning and maintaining a high patient satisfaction scores benefits the medical organization and the patients in a lot of ways. Okay, നമ്മളിങ്ങനെ പേഷ്യന്റിനെ സാറ്റിസ്ഫാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളുണ്ട് അല്ലെ. മെഡിക്കൽ ഓർഗനൈസേഷനിൽ തന്നെ നമുക്ക് പല കാര്യങ്ങൾ വികസിപ്പിച്ചെടുത്താലാണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ അല്ലെ. അപ്പൊ അത് ഏതൊക്കെ രീതിയിലാണ് ഇങ്ങനെ പേഷ്യന്റിനെ സാറ്റിസ്ഫൈ ചെയ്ത് മുന്നേറ്റാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യമാണ് ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മറ്റുള്ളവരെ കൂടി വരാനായിട്ട് റെക്കമെൻഡ് ചെയ്യും, കംപ്ലൈൻസ് കുറവായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ആക്കാനുള്ള നടപടികളായിരിക്കും എപ്പോഴും സ്വീകരിക്കുക. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിട്ടൻഷൻ. എന്താണ് ലോയൽറ്റി എന്ന് പറയുന്നത്? വിശ്വസ്തത ആൻഡ് റിട്ടൻഷൻ, നിലനിന്ന് പോകുന്നു അല്ലെ. ഹോസ്പിറ്റലിൽ തന്നെ നിലനിന്ന് പോകാനായിട്ട് ശ്രമിക്കുന്നു. അത് പേഷ്യന്റിന്റെ എന്താണ്, അവർക്ക് വിശ്വസ്തമായ ഒരു സേവനമാണ് അവിടെ നിന്ന് ലഭിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ പ്രിഫർ ചെയ്യാനായിരിക്കും എപ്പോഴും തയ്യാറാകും അല്ലെ. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ നമ്മുടെ ഡോക്ടറിൽ നിന്ന് റെക്കമെൻഡ് അല്ലെ, ഏതെങ്കിലും ഡോക്ടറിനെ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അവര് ഇന്ന ഡോക്ടറിനെ കൊണ്ടുപോയാൽ മതി എന്ന് വെച്ചാൽ അവര് ആ ഡോക്ടറായിട്ട് പ്രത്യേകമായിട്ട് അല്ലെ ഒരു വിശ്വസ്തനായിട്ട് തന്നെ കരുതി വെച്ചേക്കുന്നു. വളരെ കാലങ്ങളോളം ആ ഡോക്ടറായിട്ടായിരിക്കും ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിർണയങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ടായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ട് അല്ലെ. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഏത് ഹോസ്പിറ്റൽ വേണമെങ്കിലും നമുക്ക് തെരഞ്ഞെടുത്ത് പോകാം. പക്ഷെ ചിലപ്പോഴെങ്കിലും ചില ഹോസ്പിറ്റലിൽ തന്നെ പോകാൻ നമ്മൾ ആഗ്രഹിക്കും. അതെന്തുകൊണ്ടാ? ആ ഒരു ഹോസ്പിറ്റലായിട്ട് നമുക്കൊരു അറ്റാച്ച്മെന്റ് വരുന്നതുകൊണ്ട് അല്ലെ. ചിലപ്പോൾ ഒരുപക്ഷെ ഡോക്ടറിനോടൊക്കെ നല്ല രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഒരുപക്ഷെ അവരെ വിശ്വസ്തരായിട്ട് അവരെ കണക്കാക്കുന്നത് കൊണ്ടായിരിക്കും. നോക്കാം, പേഷ്യന്റ് ഹാവ് മോർ ചോയ്സ് ഇൻ കണക്ഷൻ വിത്ത് ദെയർ ഹെൽത്ത് കെയർ ദാൻ ever before. Satisfied patients are more probable to be faithful patients. ഓക്കെ, നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കണക്ഷൻ വിത്ത് ദെയർ ഹെൽത്ത് കെയർ അല്ലെ. അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാകുമ്പോൾ അതിൽ പ്രധാനമായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരെന്താണ് ആ ഒരു പേഷ്യന്റ് അല്ലെ, പേഷ്യന്റ് എന്താണ് ആ ഡോക്ടറുടെ കാര്യങ്ങളിലൊക്കെ ഫെയ്ത്ത്ഫുൾ ആയിരിക്കും അല്ലെ. ആ ഡോക്ടറായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ കുറെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജിലൂടെ ചിലപ്പോൾ അവര് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് അല്ലെ ഇതാവുന്ന അതായിരിക്കും, സാറ്റിസ്ഫൈഡ് ആക്കുന്നതായിരിക്കും. എനിവേ ആ പേഷ്യന്റ് സംതൃപ്തമാക്കുന്ന ഒരു ഘടകം അതിൽ വരുന്നുണ്ടെങ്കിൽ ഓക്കെ ആ ഡോക്ടർ എന്താണ് വിശ്വസ്തനായ ഒരു ഡോക്ടറാണെന്നുള്ള ഒരു കൺസിഡറേഷൻ ആണ് അവിടെ വരുന്നത് അല്ലെ. This not only means that they will schedule the necessary checkups, follow-up and other required appointments, but they are more probable to keep them. Okay. അപ്പൊ സംതൃപ്തമായിട്ടുള്ള രോഗികളാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് എളുപ്പമാണ്. അപ്പൊ അവരെന്താ പ്രത്യേകത? അവിടെ എന്താണ് ഓട്ടോമാറ്റിക്കലി നെസസറി ചെക്കപ്പും കാര്യങ്ങൾക്കും ഫോളോ അപ്പിനൊക്കെ വേണ്ടിയിട്ട് അവരെന്താണ് ഈ അപ്പോയിന്റ്മെന്റ്സ് ഇവിടെ തന്നെ ഈ ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും പ്രിഫർ ചെയ്യുന്നത് അല്ലെ. മോസ്റ്റ്ലി മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് അവര് തയ്യാറാവില്ല. കാരണം എന്താണ്, അവരുടെ വിശ്വാസം മുഴുവൻ ഏതാണ് ഈ ഒരു ഹോസ്പിറ്റലാണ് അല്ലെ. അവിടുത്തെ ആ ഒരു ഫെസിലിറ്റീസിനാണ് അവർ തൃപ്തികരമാക്കിയിരിക്കുന്നത്. So satisfied patients are also grand ambassador for a hospital. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന്റെ ഒരു ഗ്രാൻഡ് അംബാസിഡർ എന്ന് വേണമെങ്കിൽ നമുക്ക് ആരെ വിശേഷിപ്പിക്കാം? ഹോസ്പിറ്റലിന്റെ ഗ്രാൻഡ് അല്ലെങ്കിൽ
എന്താണ് ഗ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് വിശേഷിപ്പിക്കാവുന്നത് ആരെയാണ്? പേരാവുന്നുണ്ടോ? ഏത് പേഷ്യൻസ് ആയിരിക്കും ഗ്രാൻഡ് അംബാസിഡർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്? സാറ്റിസ്ഫൈഡ് പേഷ്യൻസിന് അല്ലെ? സാറ്റിസ്ഫൈഡ് പേഷ്യൻസിനെ നമുക്ക് ഗ്രാൻഡ് അംബാസിഡർ ആയിട്ട് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണ്, അവർ മറ്റുള്ളവരെ കൂടി വരാനായിട്ട് അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ മോഹൻലാലിനെയും മമ്മൂട്ടിനെയും അവരിവിടെയൊക്കെ വിളിച്ചുകൊണ്ട് അല്ലെ എന്താണ് ചില ഗ്രാൻഡ് അംബാസിഡർമാരായിട്ട് നിർത്തുന്ന പോലെ തന്നെ ഗ്രാൻഡ് അംബാസിഡർമാരായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ നിർത്താൻ സാധിക്കും. ചിലപ്പോ ഒക്കെ നമ്മുടെ ടി വി ഒക്കെ അല്ലെ എവിടെയെങ്കിലൊക്കെ നമ്മള് എന്താണ് അഡ്വർടൈസ്മെന്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ചില അനുഭവങ്ങൾ അങ്ങോട്ട് വിലപ്പെടുത്തും അല്ലെ? ആ പേഷ്യൻസ് എനിക്ക് ഇന്ന ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, ഞാൻ ഇത്രയും നാളായിട്ട് ഇങ്ങനെ വയ്യാതെയായിരുന്നതായിരുന്നു, ഇന്ന മെഡിസിൻസ് കഴിച്ചു, ഇന്ന ഡോക്ടറിന്റെ പരിശീലനത്താൽ എനിക്ക് ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു അല്ലെ? അപ്പൊ ഒരു വിശ്വസ്തയോട് കൂടിയിട്ട് ആ ഡോക്ടറിൽ അർപ്പിച്ച മനോഭാവങ്ങളും കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തും. അവർ തന്നെയായിരിക്കും ഗ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിലകൊള്ളുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു മെഡിസിൻ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ അതിന്റെ അംബാസിഡേഴ്സ് എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ് അല്ലെ? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് തന്നെയാണ് ആ ഒരു അഡ്വർടൈസ്മെന്റിൽ സാധാരണ. കാരണം അസുഖം ഭേദമാകുന്ന വ്യക്തികൾ അല്ലെ, അവർക്ക് വന്നതിൽ നിന്ന് അവർക്ക് മാറ്റങ്ങൾ സംഭവിച്ചത് അത് വെളിപ്പെടുത്തുമ്പോഴാണ് അവര് ഗ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ട് സാറ്റിസ്ഫൈഡ് പേഷ്യൻസിനെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. They tell their friends and family about good experience and bad ones with their friends and families. In case നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഗുഡായ കാര്യങ്ങൾ ഇതേമാതിരി തന്നെ എന്താണ് ഗ്രാൻഡ് അംബാസിഡർ ആയിട്ട് പറയുന്ന മാത്രമേ തന്നെ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യും അല്ലെ? ആ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നമ്മൾ പറയുമോ വേണ്ട കേട്ടോ, ആ ഹോസ്പിറ്റലിൽ നിങ്ങൾ പ്രിഫർ ചെയ്യണ്ട കേട്ടോ, കാരണം പോയിട്ട് എനിക്ക് ഇന്ന പ്രോബ്ലംസ് ഒക്കെ സംഭവിച്ചു, ഒരുപാട് ഡിലേ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് അല്ലെ? നമ്മളത് ഷെയർ ചെയ്യും, റിലേറ്റീവ്സിനോടാണെങ്കിലും ഫ്രണ്ട്സിനോടാണെങ്കിലും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ രണ്ട് കാര്യങ്ങളും എടുത്ത് പറയുന്നത്. ബാഡ് ആണെങ്കിൽ അതും ഷെയർ ചെയ്യും, ഗുഡ് ആണെങ്കിൽ ഗുഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. അപ്പൊ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഗ്രാൻഡ് അംബാസിഡർ ആയിട്ട് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. അല്ലേ? ക്വസ്റ്റ്യൻ മോസ്റ്റ്ലി നമ്മൾ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിരുന്നു, നോട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ? Patient satisfaction survey are an important way to scale how the patient feel about their experience with their practice. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കെയിൽ ആണെന്നുള്ള കാര്യം നമ്മൾ ഒക്കെ ചെയ്യേണ്ടതാണ്. പിന്നെ നെക്സ്റ്റിലേക്ക് പോവാം. ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. എന്താണ് ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്? നോക്കാം. Contented patients eventually lead to increased profits for hospitals in many ways. ഇവിടെ contented patients ആരാണ്? മറന്നു പോകരുത്. Contented patients ആരാണ്? contented patients എന്ന് പറയുന്നത് അതോയോ? സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ഒരാൾ മാത്രം നിലവിളിച്ചുള്ളൂ, ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം. കണ്ടന്റഡ് പേഷ്യൻസ് ആണ്. ഇപ്പൊ എപ്പോഴും എല്ലാവരും ഓർത്തിരിക്കുക, ഇനി ഇത് പഠിക്കുക, എന്താ പറയാ, വീണ്ടും എടുത്തു നോക്കുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ്. പിന്നെ നമ്മൾ ഒരു പേഷ്യൻസിനെ കുറിച്ച് കൂടി പഠിച്ചല്ലോ, എന്താണ് മിഫ്ഡ് പേഷ്യൻസ്. മിഫ്ഡ് പേഷ്യൻസിനെ കുറിച്ച് പഠിച്ചില്ലേ? ഭയങ്കര പേഷ്യൻസ്. ഓക്കെ, അപ്പൊ അതെല്ലാം ഓർത്തിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും നമുക്ക് ഓപ്ഷൻസ് തരിക അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ആംഗ്രി പേഷ്യൻസിന് പകരമാണ് മെച്ചൂർ പേഷ്യൻസ് അല്ലെ? അപ്പൊ ഇൻ കേസ് കണ്ടന്റ് പേഷ്യൻസിന് പകരമാണ് സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? കണ്ടന്റ് പേഷ്യൻസ് ഇവൻച്വലി ലീഡ് ടു ഇൻക്രീസ്ഡ് പ്രോഫിറ്റ് ഫോർ ഹോസ്പിറ്റൽസ് ഇൻ മെനി വേസ്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് നമുക്കറിയാം എന്താണ് പല രീതിയിൽ ഹോസ്പിറ്റലിനെ പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. First, contented patients show
up for their appointments, which means the hospital don't lose money on that hour during the day. അതായത് ഇൻ കേസ് നമുക്കറിയാം നോട്ട് ഓൺലി ഹോസ്പിറ്റൽ റണ്ണിങ് ആയിരിക്കുന്ന ടൈമിൽ എന്താണ് കണ്ടന്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് എന്തെങ്കിലും വയ്യായികയൊക്കെ വരുമ്പോൾ അവരെന്താണ് ആ ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കും അല്ലെ, വന്ന് വിസിറ്റ് ചെയ്ത് ഡോക്ടറിനെ കണ്ടു പോകാനുള്ള രീതിയിൽ തന്നെ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഹോസ്പിറ്റൽ ഡോണ്ട് ലോസ് മണി അവേഴ്സ്. അവിടെ അങ്ങനെ എന്താ പറയുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള അവേഴ്സ് ഉണ്ടാവാതിരിക്കത്തക്ക വിധത്തിൽ കണ്ടന്റ് പേഷ്യൻസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. Then second, they also provide a granted review and a patient satisfaction survey results that leads to new patients acquisition and improved insurance reimbursement. Okay. വീണ്ടും എന്താണ് ഇവരെന്താണ് വീണ്ടും എന്താണ് മറ്റുള്ളവരെ കൂടി ആകർഷിക്കും അല്ലെ, ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറയും. കണ്ടന്റ് പേഷ്യൻസ് ആണെങ്കിലും ഓൾറെഡി അവര് ആ ഹോസ്പിറ്റൽ തന്നെയായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അത് മാത്രമല്ല മറ്റുള്ളവരെ കൂടി അട്രാക്ട് ചെയ്യും. ഓക്കെ, മറ്റുള്ളവരെ കൂടി അട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിലൂടെ ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനികളാണെങ്കിലും ഓക്കെ പേഷ്യൻസ് അവിടെ ഉണ്ടെന്നുള്ള നിലപാടിൽ തന്നെ അവിടെ എന്താണ് റിയംബേഴ്സ്മെന്റ് കാര്യങ്ങളൊക്കെ നടപ്പാക്കാനായിട്ട് അവരും കൂടിയും പങ്കാളികളാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് കണ്ടന്റ് പേഷ്യൻസ് ഉണ്ടെങ്കിലാണ് ഇതൊക്കെ സാധ്യമാകുന്നത്. അത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ടന്റ് പേഷ്യൻസ് വേറെ ഹോസ്പിറ്റലിൽ പോയി എന്താണ് അപ്പോയിന്റ്മെന്റ് എടുക്കില്ല. അപ്പൊ അത് ഒരു കാര്യം, മറ്റുള്ളവരെ കൂടി ഒരു അട്രാക്ട് ചെയ്യും. അപ്പൊ ഒന്നിച്ച് അല്ലെ ഒരു ഘടം തന്നെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസ് ആയിട്ട് മാറുന്നു. ഞാൻ ഇങ്ങനെ കൂടി വരുന്നതിനനുസരിച്ചിട്ട് ഇൻഷുറൻസ് കമ്പനികൾക്കൊക്കെ റിംബേഴ്സ്മെന്റ് കാര്യങ്ങളൊക്കെ അവിടെ അലോട്ട് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഇൻഷുറൻസ് പേയ്മെന്റ് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് വീണ്ടും പേഷ്യൻസും കൂടി അല്ലെ കുറച്ചുകൂടി പേഷ്യൻസ് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം അല്ലെ എപ്പോഴും ബർഡൻ ആണ് ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനെന്തെങ്കിലും കുറവ് സംഭവിക്കാനായിട്ട് ചില ഹോസ്പിറ്റലിൽ നമ്മൾ പ്രിഫർ ചെയ്യാൻ നോക്കും. നമ്മുടെ അല്ലെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഈ ഹോസ്പിറ്റലിൽ അതിനനുസരിച്ച് അനുവദനീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടെങ്കിൽ ആ ഒരു രീതി കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഏതൊരു പേഷ്യന്റും ഹോസ്പിറ്റലിൽ പോകാനായിട്ട് തയ്യാറാവുന്നത് അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ കണ്ടന്റ് പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെയാണോ? The next, enhanced staff morale. സ്പീഡിൽ പോകുന്നില്ലല്ലോ, അത് ഈ പ്രാവശ്യം കുറച്ചല്ലേ പോകുന്നുള്ളൂ. Enhanced staff morale. ഉടനെ ചെയ്യാനോ വായിക്കണോ? നോക്കാം. Enhanced staff morale. Generating a patient-focused culture does not have to come at the cost of employee satisfaction. In fact, taking steps to involve and motivate your staff is a crucial part of delivering outstanding patient care. അപ്പൊ സ്റ്റാഫിന്റെ നമുക്കറിയാം ഒരു സ്റ്റാഫിന് അല്ലെ മനോവീര്യം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമുക്കറിയാം ഒരു സ്റ്റാഫിന് ആ ഹോസ്പിറ്റലിൽ പ്രീതികരമാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് ഒരു കോൺഫിഡൻസും കൂടി ഉണ്ടാവും അല്ലെ. ആ ഹോസ്പിറ്റലിലെ പേഷ്യന്റ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സുമാർ അവരുടെ ഒരു പിന്തുണ അത് മോസ്റ്റ്ലി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ അവർക്ക് ഒരു മനോവീര്യം കൂടി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഘടകങ്ങൾ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതിന് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് generating a patient-focused culture does not have to come at the cost of employee satisfaction. എപ്പോഴും പേഷ്യന്റിനെ കാണുമ്പോൾ തന്നെ ഓക്കെ ഈ പേഷ്യന്റിൽ നിന്ന് നമുക്ക് ഒരുപാട് കോസ്റ്റ് നമുക്ക് നേടിയെടുക്കാം അല്ലെ, കുറച്ചും കൂടി ചെലവ് നമുക്ക് നേടിയെടുക്കാം, വരുമാനം നേടിയെടുക്കാം എന്നുള്ള ഒരു കൺസിഡറേഷൻ നമ്മൾ ഫോക്കസ് ചെയ്യരുത്. In fact, taking steps to involve and motivate your staff is a crucial part of delivering outstanding patient care. എപ്പോഴും നമുക്കറിയാം അവിടെയുള്ള സ്റ്റാഫുകളിൽ നിന്ന് നല്ലൊരു കെയർ ഹാൻഡിൽ ചെയ്യുമ്പോൾ അല്ലെ അവരെ കെയർ നന്നായിട്ട് തരുമ്പോഴാണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അല്ലാതെ പേഷ്യന്റിനെ കൊണ്ട് ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് മറ്റേ ടെസ്റ്റ് എല്ലാ ടെസ്റ്റും അങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും പേഷ്യന്റ് എന്താണ് ആ ഹോസ്പിറ്റലിൽ പോക്ക് അതോടുകൂടി നിർത്തും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫുകൾ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ സമീപിക്കുന്നത്. വേണമെങ്കിൽ മാത്രം അല്ലെ ഇന്ന രീതിയിലുള്ള സൊല്യൂഷൻസ് നിർദ്ദേശിക്കുന്ന ഒരു സമീപനമാണ് എങ്കിൽ തീർച്ചയായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ.
Healthcare settings are often high stress environments. Training and strengthening the employee make them able to perform their jobs to the best of their ability, and it makes them feel valued and increase staff retention. ഓക്കെ, നമുക്കറിയാം ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ പറഞ്ഞ വേണം സ്റ്റാഫുകൾക്ക് ചിലപ്പോ ആണെങ്കിൽ താല്പര്യമൊന്നും ഉണ്ടാവില്ല ഈ ഒരു അല്ലെ ഈ ഒരു ഡ്യൂട്ടിയിൽ, അതായത് ഇവരെ കൊണ്ട് ടെസ്റ്റുകളൊക്കെ ചെയ്യിപ്പിക്കണം. കാരണം അവർക്ക് കുറെ നോളജ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ പക്ഷെ എങ്കിലും ഓണിൽ നിന്നുള്ള സപ്പോർട്ട് വരുമ്പോൾ ചിലപ്പോൾ അറിയാതെ തന്നെ ഇവരെ കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാനായിട്ടുള്ള സന്നദ്ധ കാണിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നത് ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ആർ ഓഫൺ ഹൈ സ്ട്രെസ് എൻവയോൺമെന്റ്. മുകളിൽ നിന്നുള്ള സമ്മർദ്ദത്തിന്റെ വെളിച്ചത്തിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പേഷ്യന്റിനോട് പെരുമാറേണ്ടതായിട്ട് അല്ലെ, ചില നടപാതകളൊക്കെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഡയറക്റ്റ്ലി ഇവർക്ക് ഇവരുടെ മൈൻഡിൽ ഉണ്ടാവാം ഇതിന്റെ കാര്യമില്ല, അല്ലാതെ തന്നെ ഈ പേഷ്യന്റ് ഇതാണ്, ഈ ഒരു ടെസ്റ്റ് നടത്തിയാൽ തന്നെ ഇദ്ദേഹത്തിന്റെ കാര്യം എന്താന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പക്ഷെ എങ്കിൽ കൂടി സ്ട്രെസ് കാരണം കൊണ്ട് ചിലപ്പോൾ ഇവരും ഈ രോഗിയോടൊപ്പം തന്നെ ചലിക്കേണ്ടതായിട്ട് വരും അല്ലെ, എന്താണ് പറയുന്നതെന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ പറയുന്ന ഒരു കാര്യം, ട്രെയിനിങ് ആൻഡ് സ്ട്രെങ്തനിങ് ദ എംപ്ലോയീസ് മേക്ക് ദം ഏബിൾ ടു പെർഫോം ദെയർ ജോബ്സ് ടു ദ ബെസ്റ്റ് ഓഫ് ദെയർ എബിലിറ്റീസ് ആൻഡ് മേക്ക് ദം ഫീൽ വാല്യൂഡ് ആൻഡ് ഇൻക്രീസ് സ്റ്റാഫ് റിട്ടൻഷൻ. ഓക്കെ, നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ട്രെസ് ഒന്നും കൊടുക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ സ്റ്റാഫുകളൊക്കെ എന്താണ് അവര് ആ സ്ഥാപനത്തിൽ ആ ഹോസ്പിറ്റലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് മാത്രമല്ല അവർ നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പൊ എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് ഹൗ ടു ക്യാരി ഔട്ട് അറ്റൻറ്റീവ് സർവീസ്, പേഷ്യന്റ് ഫോക്കസ്ഡ് സർവീസിന് ദാറ്റ് ഹാവ് ടു ബൂസ്റ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർസ്. അപ്പൊ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ ട്രെയിനിങ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ, ഇൻ കേസ് ഇവരെ കൊണ്ട് സമ്മർദ്ദങ്ങളൊന്നും കൊടുക്കാതെ നല്ലൊരു ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടാണ് പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെ അവർ അറേഞ്ച്മെന്റ്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളും എന്തായാലും ഓക്കെ ആയിരിക്കും. അവർക്ക് വലിയ സ്ട്രെസ്സും ഒന്നുമില്ല. ഓക്കെ, പേഷ്യൻസിനാണെങ്കിൽ മതിയായ രീതിയിലുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ തന്നെ അവര് കെയർഫുൾ ആയിട്ടുള്ള തന്നെ രീതിയിൽ ഫോക്കസ് അല്ലെ, അവിടെ പേഷ്യന്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള തീർച്ചയായിട്ടും അവരെ പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ട് എന്താണോ വേണ്ടത് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെ, ഏത് രീതിയിലാണോ ശുശ്രൂഷ ചെയ്യേണ്ടത്, എന്ത് ടെസ്റ്റാണ് വരേണ്ടത്, ആ രീതിയിൽ അല്ലെ. മറ്റൊരു സ്ട്രെസ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. അവർക്കാണെങ്കിൽ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പേഷ്യൻസുമാണ്, ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളുമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് ആ പേഷ്യൻസിന് അർഹമായതെല്ലാം തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ആ പേഷ്യന്റ് സാറ്റിസ്ഫൈഡുമായിട്ട്. അതല്ലാതെ അവരെ മനോവീര്യം അല്ലെ തളർത്തി തരത്തിലുള്ള സ്ട്രെസ്സുകളും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് അവരെ പേഷ്യന്റിനെ കൺസിഡർ ചെയ്യാനായിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും പേഷ്യന്റിൽ ഉളവാക്കി കൊടുക്കുന്നത്. അവർക്ക് മതിയായ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവില്ല, കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ടുള്ള ഡ്യൂട്ടി ആയിരിക്കും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അവർക്ക് ചില കുറ്റബോധത്തോടു കൂടിയൊക്കെ ആയിരിക്കും ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ഇല്ലാത്ത രീതിയിൽ നല്ലൊരു ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് പേഷ്യന്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെയല്ലേ നമുക്ക്?
ഭാഗ്യവശാൽ ഞാൻ തന്നെയാണെങ്കിൽ അവളും ഫുൾ എടുക്കുന്നില്ല, ഒരു അരമണിക്കൂറേ ഞാൻ എടുക്കുന്നുള്ളൂ. ബോറടിച്ച കുഴപ്പമില്ല. കഴിഞ്ഞ ക്ലാസ് എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കിയോ? സമയം കിട്ടിയപ്പോ വായിച്ചിരുന്നോ? നമ്മള് എന്താണ് എൻഹാൻസ്ഡ് സ്റ്റാഫ് മോഡൽ വരെയും പറഞ്ഞു അല്ലേ? അപ്പൊ മനസ്സിലാക്കാം. തീർച്ചയായിട്ടും എന്താണ് സ്റ്റാഫുകളെ കൂടി നല്ല രീതിയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, നല്ല ട്രെയിനിങ് ആയിട്ട് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യൻസിന് നല്ല രീതിയിലുള്ള സേവനങ്ങൾ തന്നെയായിരിക്കും അവര് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ വാർത്തെടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹൈ പ്രൊഡക്ടിവിറ്റി. ഹൈ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് അതായത് ഉൽപാദനക്ഷമത അല്ലെ, രോഗിയുടെ അനുഭവം മെച്ചപ്പെടുത്തുന്നത് എന്നുള്ളത് ഹൈ പ്രൊഡക്ടിവിറ്റി ആക്കുക. അതായത് അവർക്ക് അനുഭവം കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കാനായിട്ടുള്ള നിലപാടുകൾ. എന്താണ് ഇൻവെസ്റ്റിംഗ് ഇൻ ട്രെയിനിങ് ആൻഡ് സോഫ്റ്റ്വെയർ ടു മേക്ക് ബെറ്റർ ദ പേഷ്യൻസ് എക്സ്പീരിയൻസ് ക്യാൻ ഓൾസോ ഇൻക്രീസ് സ്റ്റാഫ് ആൻഡ് പ്രൊവൈഡ് പ്രൊഡക്ടിവിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെ, ഒരു കേസ് ഹോസ്പിറ്റൽ ആണെങ്കിൽ തന്നെ അവിടെ എന്താണ് നല്ല എക്സ്പീരിയൻസ്, പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടിയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ ലഭ്യമാക്കുമ്പോൾ നല്ല തരത്തിലുള്ള സേവനങ്ങൾ പേഷ്യൻസിന് ലഭ്യമാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, if hospitals execute secure online appointment scheduling and patient messaging, staff may spend as much as 50% less time on the phone with the patients. Okay. അതായത് ഇൻ കേസ് ഇപ്പൊ നമ്മള് അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ എന്താണ് ഫോൺ വിളിച്ചുകൊണ്ട് അല്ലെ, അവിടെ റിങ് ചെയ്ത് അപ്പുറത്തുനിന്ന് റിസീവ് എടുത്ത് നമ്മളെ പേരുകളൊക്കെ ചോദിച്ചറിഞ്ഞ് അല്ലെ, അങ്ങനെ ബുക്ക് ചെയ്യുന്നതിനേക്കാളും എന്താണ് പേജ് എടുത്ത് അല്ലെ, വെബ്സൈറ്റിലൂടെ തന്നെ പേജ് എടുത്തുകൊണ്ട് നമുക്ക് ബുക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഓൺലൈനിൽ തന്നെ നമുക്ക് എന്താണ് അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പേഷ്യൻസിനും അത് ഹെൽപ്ഫുൾ ആണ് അല്ലെ. അവർക്ക് ഒരുപാട് സമയം ഡിലേയൊന്നും ആവണ്ട, അവരുടെ വേക്കൻഡ് അല്ലെ കൃത്യമായിട്ടുള്ള ഒഴിവുകളുടെ അനുസരിച്ചിട്ട് തന്നെ അവർക്ക് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവിടെ പറയുന്ന ഒരു കാര്യം മേ സ്പെൻഡ് ആസ് മച്ച് ആസ് 50% lesser time on the phone with the patient. Then consequently staff can perform extra tasks which allow us to run a learner office. Okay, അവർക്ക് സ്റ്റാഫുകൾക്കാണെങ്കിലും വളരെയധികം എളുപ്പമാണ് അല്ലെ. അവർക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഓരോ വ്യക്തിയെ വിളിക്കുന്നതനുസരിച്ച് അറ്റൻഡ് ചെയ്യാനോ മറുപടികൾ പറയാനോ അല്ലെങ്കിൽ ഓക്കെ ആണോ അവിടെ അതിനനുസരിച്ചിട്ടുള്ള അതൊക്കെ വളരെ എളുപ്പത്തിൽ അവർക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും. എത്ര അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവർക്ക് ഇനിമേ അവർക്കും അവിടെ എന്താണ് സമയം സ്പെൻഡ് ആവേണ്ട ഒരു ആവശ്യകതയില്ല അല്ലെ. ഓൺലൈൻ ബുക്കിംഗ് വരുമ്പോൾ നമുക്കറിയാം അതെടുത്ത് നോക്കി കഴിയുമ്പോൾ ഓക്കെ അവിടെ ബുക്കിംഗ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എത്ര ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. Okay, decide when a hospital listen the patient no show and late cancellations, hospitals have less time in scheduling and can maximize the patient's time and related data. Okay, so നമ്മളിപ്പോ വീണ്ടും എന്താണ് പേഷ്യന്റ് കാണിക്കാൻ അല്ലെ, അവിടെ കാണിക്കാൻ ക്യാൻസലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ അതിനെയും അറേഞ്ച് ചെയ്യും അല്ലെ. ഒന്ന് ചിലപ്പോൾ വേണമെങ്കിൽ ലെസ് ടൈമിനുള്ളിൽ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ തിട്ടപ്പെടുത്താനായിട്ട് എളുപ്പത്തിൽ സാധിക്കും. കാരണം അവിടെ ഓൾറെഡി എന്താണ് നമ്മളുടെ കയ്യിൽ ഓൺലൈൻ ആയിട്ടുള്ള ബുക്കിംഗ് കാര്യങ്ങളുടെയൊക്കെ പ്രത്യേകമായിട്ടുള്ള റിപ്പോർട്ടുകൾ, അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ അവർക്ക് ഓരോന്ന് അറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് എളുപ്പത്തിൽ തന്നെ സാധിക്കും അല്ലെ. ക്യാൻസലേഷൻ ആണെങ്കിലും ഡിലേ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യാൻ സാധിക്കും. അപ്പൊ അവിടെയുള്ള സ്റ്റാഫിനാണെങ്കിലും കൃത്യമായിട്ട് ആ രീതിയിലൊക്കെ ക്രമീകരിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അവരുടെ അവൈലബിൾ ആയിട്ടുള്ള ടൈമില് അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് സമയം യൂട്ടിലൈസ് ചെയ്ത് തന്നെ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്താനായിട്ട് സാധിക്കുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കാനായിട്ട് പേഷ്യൻസ് തയ്യാറാണ്.
Yeah. Then നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് റെപ്യൂട്ടേഷൻ. റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് പ്രശസ്തി അല്ലെ. അവിടെ പ്രശസ്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ പ്രശസ്തിയുള്ള ഒരു ഹോസ്പിറ്റലിലാവുക എന്നുള്ളത് നമുക്കറിയാം. അതിന്റെ ആ ഒരു അല്ലെ കൃത്യമായിട്ടുള്ള സർവീം കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നമുക്കറിയാം അത് കൃത്യമായിട്ട് തന്നെ പ്രശസ്തി നിലനിർത്തുന്ന ഒരു ഹോസ്പിറ്റലാണെന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ക്യാൻ ഇംപ്രൂവ് യുവർ റെപ്യൂട്ടേഷൻ ഇൻ മെനി വേസ്. തീർച്ചയായിട്ടും നമുക്കറിയാം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് പ്രശസ്തി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് അല്ലെ. അവര് നല്ല ഡോക്ടർ ആണെന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും അല്ലെ, ആയിരിക്കില്ലേ. ഈ സാറ്റിസ്ഫൈഡ് പേഷ്യൻസിനെ പറയുന്ന മറ്റൊരു പേര് മറ്റൊരു പേര് സാറ്റിസ്ഫൈഡ് പേഷ്യന്റിനെ പറയുന്ന വേറൊരു പേര് മറന്നുപോയ. കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് വ്യക്തി മറന്നുപോയ. സാറ്റിസ്ഫൈഡ് പേഷ്യന്റിനെ കണ്ടന്റഡ് പേഷ്യന്റ്. ഓക്കെ, കുറച്ച് കൂടുതൽ പേര് മെസ്സേജ് അയച്ചു. അപ്പൊ നിങ്ങൾ കുറച്ച് കൂടുതൽ പേര് പഠിച്ചു. ഓക്കെ, അപ്പൊ സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് അല്ലെങ്കിൽ കണ്ടന്റഡ് പേഷ്യൻസ് ഇംപ്രൂവ് യുവർ റെപ്യൂട്ടേഷൻ ഇൻ മെനി വേസ്. അവര് ആയിരിക്കും തീർച്ചയായിട്ടും മറ്റുള്ളവരെ ഈ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനത്തിന്റെ പ്രശസ്തി ഉറവാക്കുക. അങ്ങനെ എന്താണ് ഫസ്റ്റ് HCAHPS എന്താണ് അതിൽ പറയുന്നത്? ഹോസ്പിറ്റൽ കൺസ്യൂമർ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ഹോസ്പിറ്റൽ കൺസ്യൂമർ അസസ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് സിസ്റ്റംസ്. അത് അത്യാവശ്യം അതിനകത്ത് പഠിക്കണമെന്നില്ല, എന്നാലും നിങ്ങൾ നോട്ട് ചെയ്തോ. ഹോസ്പിറ്റൽ കൺസ്യൂമർ അസസ്മെന്റ് ഓഫ് healthcare providers and systems. Healthcare providers and systems. Hospital consumer assessment of healthcare providers and systems. കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് വിടുക. അപ്പൊ കിട്ടാത്തവർക്കും എഴുതാനായിട്ടാണ്. കണ്ടില്ല, നോക്കി നോക്കാം. ഹോസ്പിറ്റൽ ഹെൽത്ത് പ്രൊവൈഡർ അപ്പൊ ആരെങ്കിലും കിട്ടാത്തവരുണ്ടോ? ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് reputation എന്ന് പറയുന്നത്? സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ക്യാൻ ഇംപ്രൂവ് യുവർ reputation in many ways. First, HCAHPS score are public specifically, so people can learn about the physicians. They can consult and make an informed choice about their health care. Okay,
അവിടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹോസ്പിറ്റൽ കൺസ്യൂമർ അസസ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ എന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസിന്റേതായിട്ടുള്ള ഹെൽത്ത് കെയർ അല്ലെ, അതിന്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ്. അതിനെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ട. അതിന്റെ സ്കോർ എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ പബ്ലിക് സ്പെസിഫിക്കലി പ്രധാനമായിട്ട് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഫിസിഷ്യന് എത്രത്തോളം അല്ലെ, അവിടെ പരിചരിക്കുന്ന ഡോക്ടറുടെ പ്രാധാന്യത്തിനെ കുറിച്ചിട്ടായിരിക്കും കൂടുതലായിട്ട് അതിന്റെ സ്കോർ പ്രതിപാദിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പേര് കേട്ട ഹോസ്പിറ്റൽ ആവണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടുത്തെ മറ്റ് ഏതൊരു സൗകര്യത്തിനേക്കാളും കൂടുതൽ അവിടെയുള്ള ഡോക്ടറുടെ അല്ലെ കൃത്യമായിട്ടുള്ള ആ ഒരു കഴിവ് അതിനായിരിക്കും കൂടുതൽ വിലമതിക്കുന്നത് അല്ലേ. നല്ലൊരു ഫിസിഷ്യനാണ് അല്ലെങ്കിൽ നല്ലൊരു എന്താണ് ഗൈനക്കോളജി ഡോക്ടറാണ് അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റ് ആണ്, അങ്ങനെ നല്ലൊരു അങ്ങനെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷനിലായിരിക്കും നമ്മൾ ആ ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ആൻഡ് മേക്ക് ആൻ ഇൻഫോംഡ് ചോയ്സ്. നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം ഇത്തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള ഡോക്ടറുടെ സേവനം കൊണ്ടാണ് അല്ലെ. അപ്പൊ സ്പെഷ്യലി സോ പീപ്പിൾ ക്യാൻ ലേൺ അബൌട്ട് ദ ഫിസിഷ്യൻസ് ക്യാൻ കൺസൾട്ട് ആൻഡ് മേക്ക് ആൻ ഇൻഫോംഡ് ചോയ്സ് അബൌട്ട് ദർ ഹെൽത്ത് കെയർ. അവര് ആ ഒരു ചോയ്സിന്റെ അടിസ്ഥാനത്തിലാണ് മിക്കവാറും ആ ഒരു പരിചരണത്തിന് വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിനെ സമീപിക്കാനായിട്ട് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം ഏറ്റവും വലുത് നമ്മുടെ അസുഖം മാറണം, അതാണ് ഏതൊരു പേഷ്യന്റും ആഗ്രഹിക്കുന്നത്. അത് ഏത് ഡോക്ടറാണ് അല്ലെ, അതിന് യോഗ്യനായ വ്യക്തിക്ക് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. ആ ഒരു സർവീസ് പ്രദാനം ചെയ്യുന്ന ഹോസ്പിറ്റല് അതിനെ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും കൂടുതൽ അല്ലെ റെപ്യൂട്ടേഷൻ അതുമായി ബന്ധപ്പെട്ടായിരിക്കും പ്രശസ്തി ഉണ്ടാവും. നോക്കുകയാണെങ്കിൽ സെക്കൻഡ് പോസിറ്റീവ് സ്കോർ മേക്ക് ദ ഓർഗനൈസേഷൻ മച്ച് മോർ അട്രാക്റ്റീവ് ഓപ്ഷൻസ്. അവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പലതരത്തിലുള്ള കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള അല്ലെ ആകർഷണങ്ങളും ഉണ്ടാവാം. പക്ഷെ മോസ്റ്റ്ലി നമുക്കറിയാം നല്ല ഡോക്ടറിന്റെ സേവനമാണ് ഏറ്റവും കൂടുതൽ എന്താണ് ആ ഹോസ്പിറ്റലിനെ കൂടുതലായിട്ട് പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നത്. Then additionally, hospital can utilize automated message to ask the patients for feedback after their appointments. Some programs involved in follow-up questions with the easy to follow links to ask contented patients to leave a review on hospital Google business profile or other platforms. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് അടുത്തതായിട്ട് പറയുന്നത്. ഈ പ്രശസ്തി ഉറവാക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ പിന്നെ കൂടുതൽ ഇപ്പൊ എന്താണ് ഈ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഗൂഗിൾ എന്താണ് പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ അല്ലെ നമ്മൾ മറ്റുള്ളവരെ എന്താണ് സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരെ കൂടിയും അറിയിക്കുന്നത് അല്ലെ. അപ്പൊ നല്ല പ്രശസ്തിയുള്ള ഒരു ഇതാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള അല്ലെ ഈസി ടു ഫോളോ അപ്പ് ലിങ്കും കാര്യങ്ങളൊക്കെ വന്നു അവർക്ക് റിവ്യൂ അവലോകനങ്ങൾ നടത്താനായിട്ട് ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പ്രൊഫൈൽ എടുത്തിട്ട് അതിനെ വിവരിക്കാനായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് പ്രശസ്തി എന്ന് പറയുന്ന ലോകത്തിനെ അറിയിക്കാനായിട്ട് മോസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നല്ലൊരു ഡോക്ടറുടെ സേവനങ്ങളായിരിക്കും പ്രധാനമായിട്ടും മറ്റുള്ള വ്യക്തികൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് അംഗീകരിക്കുന്നത്. ദെൻ ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക് പ്രശസ്തി എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് സാധിക്കും. And finally, happy patients will suggest hospital friends and family when it comes to reference. Word of mouth is the gold standard. അതായത് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടായാലും മുടി എന്ന് പറയുന്ന ഒരു മൊഴി അല്ലെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന നമ്മുടെ വേർഡ് ഓഫ് മൗത്ത് അല്ലെ വാമൊഴി എന്ന് പറയുന്ന ഒരു ഇത് കൂടുതൽ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. മറ്റെല്ലാ അഡ്വർടൈസ്മെന്റിനേക്കാളും കൂടുതലാണ് അല്ലെ. മറ്റുള്ളവരെ നേരത്തെ ഇതിൽ പറയുന്ന മാതിരി തന്നെ എന്താണ് പേഷ്യൻസിനെ അല്ലെ ഹോസ്പിറ്റലിലെ ഫ്രണ്ട്സിലേക്ക് ഫാമിലി റിലേറ്റീവ്സിനെയൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് അയക്കുക എന്നുള്ള ആ വാമൊഴി അത് കൂടുതൽ തന്നെ റെപ്യൂട്ടേഷൻ ഉളവാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂൾ തന്നെയാണ് അല്ലെ. ആ ഒരു ടൂളാണ് ഏറ്റവും വിലമതിക്കുന്നത്. കാരണം അവനവന്റെ സ്വന്തമായിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് മറ്റുള്ളവരെ കൂടി ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് പ്രിഫർ ചെയ്യാനായിട്ട് അട്രാക്ട് ചെയ്ത് പറഞ്ഞു വിടുന്നത്. അപ്പൊ അത് മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെപ്യൂട്ടേഷൻ ആണ്. അതിനോടൊപ്പം തന്നെ മറ്റു രീതിയിൽ ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ പ്രശസ്തി മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. മോസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കുക ഏതൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും അതിന്റെ ഏറ്റവും പ്രശസ്തിയിൽ ആദ്യം ചൂട് പിടിക്കുന്നത് അവിടുത്തെ ഡോക്ടേഴ്സിന്റെ സേവനം തന്നെയാണ്. ഓക്കെയാണോ? ഓക്കെ.
Okay, then next നോക്കാം better clinical outcomes for patients. നമ്മൾ ഇനി ഇതേമാതിരി തന്നെ പേഷ്യൻസിനെ സാറ്റിസ്ഫാക്ഷൻ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ക്ലിനിക്കൽ ആയിട്ടുള്ള ഫലങ്ങൾ അത് മെച്ചപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ കൂടുതലായിട്ട് എന്താണ് പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കും. Satisfied patients are also normally more compliant, which means they are more probable to get better or effectively manage chronic health issues. അതായത് അതിലെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരുപാട് കംപ്ലൈന്റ് ഒന്നും ഇല്ല. ഓക്കെ, അവരിപ്പോ ഒരു രോഗിയായിട്ടാണ് ഹോസ്പിറ്റലിൽ സമീപിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എഫക്റ്റീവായിട്ട് തന്നെ അല്ലെ നല്ല ഫലപ്രാപ്തിയോട് കൂടിയിട്ട് അവരുടെ ആ വ്യക്തമാറാത്ത അസുഖം അല്ലെ അതിനെ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവരുടെ അസുഖത്തിനെ കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്നതിന് പ്രധാനമായിട്ടും വരുന്നത്. And consequently, they feel better and like hospital treatment and care makes a difference to their well-being and quality of life. Okay, ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നല്ല തരത്തിലുള്ള ട്രീറ്റ്മെന്റ് തന്നെയാണ് അവിടെ നിന്ന് ലഭ്യമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ആവുന്നത്. This also leads them remain loyal to the hospital and shop for their appointments, generating a cycle of patient satisfaction benefits. ഓക്കെ, നമ്മളിപ്പോ ഒരു വയ്യായികം കൊണ്ടുകൊണ്ട് അല്ലെ വ്യക്തമാറാത്ത എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടുകൊണ്ട് നമ്മൾ ഓരോ ഹോസ്പിറ്റലിൽ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്താണ് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തി അവസാനം അവർക്ക് വലിയ കുഴപ്പമില്ലാത്ത സ്റ്റേജിലേക്കൊക്കെ ആവുമ്പോൾ എന്താണ് പല ഹോസ്പിറ്റലും കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിൽ തെരഞ്ഞെടുത്തിരിക്കുന്നതിന്റെ തീർച്ചയായിട്ടും എന്താണ് അവർ അതിൽ വിശ്വസ്തരായി മാറും. ഓക്കെ, നമ്മൾ പലയിടത്ത് പോയിട്ട് നമുക്ക് മാറ്റങ്ങൾ സംഭവിച്ചില്ല അല്ലെ. അവസാനമാണ് ഈ ഒരു വിട്ടുമാറാത്ത ക്രോണിക് ആയിട്ടുള്ള ഈ അസുഖത്തിന് ഒരു ശമനം വന്നിരിക്കുന്നത് എന്നുള്ള ഒരു തോന്നലിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ആ രോഗിയെ സംബന്ധിച്ചൊരു ഒരു വിശ്വസ്തത, ഒരു ഫെയ്ത്ത് അല്ലെ, ഒരു ലോയൽ എന്ന് വെച്ചാൽ വിശ്വസ്തയോട് കൂടിയിട്ട് ആ ഹോസ്പിറ്റലിനോട് അനുവർത്തിക്കാനായിട്ട് അവർ പരിശ്രമിക്കും. തീർച്ചയായിട്ടും ഇവർക്ക് ഇനി പിന്നീട് എന്ത് വയ്യായിക വരുമ്പോഴെന്താണ് ആ ഡോക്ടറെ കാണാനായിട്ടായിരിക്കും അവര് പ്രിഫറൻസ് കൊടുക്കും അല്ലെ. ശരിയാണോ? ആണോ? ഓക്കെ, അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയുടെ സംതൃപ്തിയുടെ ഒരു ആനുകാലികമായിട്ടുള്ള ഒരു നിലപാടാണ്. കാരണം ആ വ്യക്തിക്ക് പല ഹോസ്പിറ്റലിൽ പോയിട്ടും അദ്ദേഹത്തിന്റെ ഈ വിട്ടുകാറാത്ത അസുഖത്തിന് ശമനം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഈ ഒരു ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വേരിയേഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് ഓൾസോ ലീഡ് ദം ടു റിമെയിൻ ലോയൽ ടു ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിനോട് ഒരു വിശ്വസ്തത അദ്ദേഹത്തിന് ആ ഒരു പേഷ്യന്റിന് ഉണ്ടാവുന്നു. ആൻഡ് ഷോ അപ്പ് ഫോർ ദെയർ അപ്പോയിന്റ്മെന്റ്സ്. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അവരെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ തയ്യാറാവുന്നു. ജനറേറ്റിംഗ് എ സൈക്കിൾ ഓഫ് പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ ബെനിഫിറ്റ്. ഓക്കെ, അതിലൂടെ നമുക്കറിയാം വീണ്ടും അല്ലെ പേഷ്യൻസിനെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സൈക്കിൾ കൊണ്ടുവരാൻ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കൂടി പ്രേരിപ്പിക്കും. ഇൻ കേസ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു അല്ലെ ഫാദറിനാണ് മദറിനാണ് ഇങ്ങനെ ഒരു അനുഭവം അവരുടെ ചിൽഡ്രൻസിനെയും അവര് എന്താണ് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെ ജനറേറ്റിംഗ് ഒരു സൈക്കിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കുടുംബ ഡോക്ടർ എന്നുള്ള രീതിയിലൊക്കെ അത് വളർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പൊ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത് സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ അല്ലെ. അപ്പൊ ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ഫോർ ദ പേഷ്യൻസ് ഇതെല്ലാം എന്താണ് രോഗിയെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ്. നമ്മൾ ഇത്രയും പോയിന്റ്സ് ഡിസ്കസ് ചെയ്തു.
ഏതെങ്കിലും ഡൗട്ടുകളുണ്ടോ? പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ല. ഞാൻ ഒരു എന്തായാലും 12 അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോ എന്തായാലും ഇനി അടുത്ത് തുടങ്ങി കഴിഞ്ഞാല് കണ്ടിന്യൂഷൻ കിട്ടില്ല. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഉണ്ടാക്കിയേക്കാം. ഓൾറെഡി അങ്ങോട്ടായിരുന്നു അല്ലേ? ക്ലാസ് ഡിസ്റ്റർബിൾ ഉണ്ടായിരുന്നു എന്തെങ്കിലും? സാധാരണ ഇങ്ങോട്ടാക്കിയിട്ടാണ് ക്ലാസ് എടുക്കാറ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നോ? ഓക്കെയാണ്. അപ്പൊ പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും ഇല്ല. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം. ഓക്കെ, താങ്ക് യു.